ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു GKC ട്യൂട്ടോറിയൽസ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ CHSL അതായത് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ Tier 1 പരീക്ഷയുടെ മുൻകാല ചോദ്യപേപ്പറിൽ നിന്ന് തിരഞ്ഞെടുത്ത ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയ വീഡിയോ ആണ്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുൻപ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ തുടർന്നുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 25 GK ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ബാങ്ക് വാസ് ഓത്തറൈസ്ഡ് to issue electoral bonds? Which bank was authorized to issue electoral bonds? Electoral bonds ഇഷ്യൂ ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? ശരിയായ ഉത്തരം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ് ഇലക്ട്രൽ ബോണ്ട് ഇഷ്യൂ ചെയ്യാൻ അധികാരമുള്ളത്. ഇലക്ട്രൽ ബോണ്ട്സ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് ഡൊണേഷൻ കൊടുക്കാനുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ്. അതായത് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുക്കാനുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ് ഇലക്ട്രൽ ബോണ്ട്സ്. ഇത് ഇഷ്യൂ ചെയ്യുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ വിച്ച് ബാങ്ക് വാസ് ഓത്തറൈസ്ഡ് ടു ഇഷ്യൂ ഇലക്ട്രൽ ബോണ്ട്സ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ ഹിസ്റ്റോറിക്കൽ ഷേർഷാ സൂരി മാർഗ് ഈസ് കോൾഡ് ആസ്. ദ ഹിസ്റ്റോറിക്കൽ ഷേർഷാ സൂരി മാർഗ് ഈസ് കോൾഡ് ആസ് ഡാഷ്. കറക്റ്റ് ആൻസർ നാഷണൽ ഹൈവേ നമ്പർ 1. ഷേർഷാ സൂരി മാർഗ് എന്നറിയപ്പെടുന്നത് എന്താണ്? നാഷണൽ ഹൈവേ നമ്പർ 1. അപ്പോൾ നാഷണൽ ഹൈവേ 1 അഥവാ NH1 ആണ് ഷേർഷാ സൂരി മാർഗ് എന്നറിയപ്പെടുന്നത്. ചന്ദ്രഗുപ്ത മൗര്യന്റെ ഭരണകാലത്താണ് ഇത് സ്ഥാപിതമായത്. ഇത് തന്നെയാണ് ഗ്രാൻഡ് ട്രങ്ക് റോഡ് എന്നും അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് ഹെൽത്ത് മിനിസ്റ്റർ ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ വാസ്. ദ ഫസ്റ്റ് ഹെൽത്ത് മിനിസ്റ്റർ ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ വാസ്. ഇന്ത്യയുടെ ആദ്യത്തെ ഹെൽത്ത് മിനിസ്റ്റർ ആരാണ്? രാജ്കുമാരി അമൃത് കൗർ ആണ് ഇന്ത്യയുടെ ആദ്യത്തെ ആരോഗ്യമന്ത്രി. അപ്പോൾ രാജ്കുമാരി അമൃത് കൗർ 1947 സ്വതന്ത്ര ഇന്ത്യയുടെ ആരോഗ്യമന്ത്രിയാകുന്നത്. ഇവർ ഇന്ത്യൻ ഇൻഡിപെൻഡന്റ് മൂവ്മെന്റ്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തിയാണ്. INC അഥവാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമായിരുന്ന വ്യക്തിയായിരുന്നു രാജ്കുമാരി അമൃത് കൗർ. അപ്പോൾ രാജ്കുമാരി അമൃത് കൗർ ആണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഹെൽത്ത് മിനിസ്റ്റർ അഥവാ ആരോഗ്യമന്ത്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വാസ് ഇന്ത്യസ് ഫസ്റ്റ് ഫുൾ ലെങ്ത് ടോക്കി ഫിലിം? വിച്ച് വാസ് ഇന്ത്യസ് ഫസ്റ്റ് full length talkie film? ആൻസർ ആലം ആര. ഇന്ത്യയിലെ ആദ്യത്തെ ഫുൾ ലെങ്ത് ശബ്ദ ചലച്ചിത്രം ഏതാണ്? ആലം ആരയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഫുൾ ലെങ്ത് ശബ്ദ ചലച്ചിത്രമാണ് ആലം ആര. ഫിലിം വിത്ത് സ്പീച്ച് ആൻഡ് സൗണ്ട് ആണ് ടോക്കി ഫിലിം. ഓക്കെ, നെക്സ്റ്റ്, ഹു ഈസ് ദ ഓഥർ ഓഫ് ദ ഫേമസ് ബുക്ക് മേഘദൂത്? ഹു ഈസ് ദ ഓഥർ ഓഫ് ദ ഫേമസ് ബുക്ക് മേഘദൂത്? പ്രശസ്തമായ മേഘദൂത് എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ആൻസർ കാളിദാസ. സംസ്കൃത കവിയും നാടകകൃത്തുമാണ് കാളിദാസ. ഇദ്ദേഹം വിക്രമാദിത്യ രാജാവിന്റെ സദസ്സിലെ കവിയായിരുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, മേഘദൂത് എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? കാളിദാസ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ 124th Amendment Bill 2019 deals with. The 124th Amendment Bill 2019 deals with economic reservation. 2019 124th അമെൻമെന്റ് ബിൽ അതായത് ഭേദഗതി ബിൽ എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ഇക്കണോമിക് റിസർവേഷൻ അഥവാ സാമ്പത്തിക സംവരണം. അപ്പോൾ 2019 124th ഭേദഗതി ബിൽ പ്രതിപാദിക്കുന്നത് സാമ്പത്തിക സംവരണത്തെ കുറിച്ചാണ്. അതായത് ജനറൽ കാറ്റഗറിയിൽ ഉള്ളവരിൽ തന്നെ സാമ്പത്തികമായി താഴെയുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള സംവരണമാണ് സാമ്പത്തിക സംവരണം അഥവാ ഇക്കണോമിക് റിസർവേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കലുമർ പീക്ക് ഈസ് ദ ഹയസ്റ്റ് പോയിന്റ് ഇൻ ഡാഷ് റേഞ്ച്. കലുമർ പീക്ക് ഈസ് ദ ഹയസ്റ്റ് പോയിന്റ് ഇൻ ഡാഷ് റേഞ്ച്. വിന്ധ്യ. കലുമാർ പീക്ക് എന്ന് പറയുന്നത് ഏത് പർവ്വത നിരയുടെ ഹയസ്റ്റ് പോയിന്റിനെയാണ്? വിന്ധ്യ. അപ്പോൾ വിന്ധ്യ പർവ്വത നിരകളുടെ ഹയസ്റ്റ് പോയിന്റിനെ പറയുന്ന പേരാണ് കലുമാർ പീക്ക്. നെക്സ്റ്റ്, ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസസ് നിംഹാൻസ് ഈസ് ലൊക്കേറ്റഡ് ഇൻ. ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ് നിംഹാൻസ് ഈസ് ലൊക്കേറ്റഡ് ഇൻ. ആൻസർ ബംഗളൂരു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ് അല്ലെങ്കിൽ നിംഹാൻസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബാംഗ്ലൂരിലാണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ നിംഹാൻസ് എന്നോ അതിന്റെ എക്സ്പാൻഷനോ ഉണ്ടാവുന്നതാണ്. ഇത് രണ്ടും പഠിച്ചു വെക്കുക. നിംഹാൻസ് എന്നാൽ ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ് എന്നാണ് അർത്ഥം. ഇത് സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരിലാണ്. നെക്സ്റ്റ്, which is not a waterborne disease? Which is not a waterborne disease? Options are typhoid, cholera, mumps, hepatitis. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ജലജന്യ രോഗങ്ങൾ അല്ലാത്തത് ഏതാണ്?
അതായത് ജലത്തിൽ കൂടി പകരാത്ത രോഗങ്ങൾ. ഇവയാണ്. ഇതിന്റെ ശരിയായ ഉത്തരം മംസ് ആണ്, അഥവാ മുണ്ടുനീരാണ്. മുണ്ടുനീര് അഥവാ മംസ് ഒരു ജലജന്യ രോഗമല്ല, ഇതൊരു വൈറസ് പരത്തുന്ന രോഗമാണ്. സോ കറക്റ്റ് ആൻസർ മംസ് ആണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ കെമിക്കൽ നെയിം ഓഫ് സ്ലേക്ഡ് ലൈം? വാട്ട് ഈസ് ദ കെമിക്കൽ നെയിം ഓഫ് സ്ലേക്ഡ് ലൈം? അപ്പോൾ സ്ലേക്ഡ് ലൈം എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ടത് കുമ്മായമാണ്. അപ്പോൾ കുമ്മായത്തിന്റെ ഇംഗ്ലീഷാണ് സ്ലേക്ഡ് ലൈം. അപ്പോൾ കുമ്മായത്തിന്റെ കെമിക്കൽ നെയിം അഥവാ രാസനാമമാണ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ കറക്റ്റ് ആൻസർ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. നെക്സ്റ്റ്, ഡാഷ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് വാട്ടർ വേപ്പർ ഇൻ ദ എയർ ഈസ് ചേഞ്ച്ഡ് ഇൻ ടു ലിക്വിഡ് വാട്ടർ. ഡാഷ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് വാട്ടർ വേപ്പർ ഇൻ ദ എയർ ഈസ് ചേഞ്ച്ഡ് ഇൻ ടു ലിക്വിഡ് വാട്ടർ. അപ്പോൾ അന്തരീക്ഷത്തിലുള്ള നീരാവി എന്ത് പ്രോസസ്സിലൂടെയാണ് ലിക്വിഡ് വാട്ടർ അല്ലെങ്കിൽ മഴയായിട്ട് മാറുന്നത്? കറക്റ്റ് ആൻസർ കണ്ടൻസേഷൻ ആണ്, അഥവാ ഖനീഭവിക്കൽ. അതായത് വായുവിലുള്ള നീരാവി ഖനീഭവിച്ചാണ് ലിക്വിഡ് വാട്ടർ അല്ലെങ്കിൽ മഴയായി മാറുന്നത്. അപ്പോൾ അതാണ് പ്രോസസ്സിന്റെ പേര്. കറക്റ്റ് ആൻസർ കണ്ടൻസേഷൻ ആണ്. നെക്സ്റ്റ്, വിച്ച് സിറ്റീസ് houses the headquarters of the Union Bank of India? Which cities houses the headquarters of the Union Bank of India? Correct answer Mumbai. Union Bank of Indiaയുടെ ആസ്ഥാനം അഥവാ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മുംബൈയിലാണ്. കറക്റ്റ് ആൻസർ മുംബൈ. വിച്ച് ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രൊപ്പോർഷൻ ഓഫ് ഹൈലി ലിക്വിഡ് അസറ്റ്സ് ഹെൽഡ് ബൈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു എൻഷുർ their ongoing ability to meet short-term obligations. Correct answer liquidity coverage ratio. Next, when is National Science Day observed in India every year? When is National Science Day observed in India every year? എല്ലാ വർഷവും ദേശീയ സയൻസ് ദിനം എന്നാണ് ആചരിക്കുന്നത്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. 28 ഫെബ്രുവരി 28 എല്ലാ വർഷവും ദേശീയ സയൻസ് ദിനം ആചരിക്കുന്നത്. ഈ ദിവസത്തിന്റെ പ്രത്യേകത CV രാമൻ ഇഫക്റ്റ് കണ്ടുപിടിച്ചതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നാഷണൽ സയൻസ് ഡേ. അപ്പോൾ CV രാമൻ ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫിസിസിസ്റ്റ് ആണ്. ഇദ്ദേഹം ഒരു നോബൽ പ്രൈസ് വിന്നർ ആണ്. ഇദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയത് 1930 ഇതുകൂടി ഓർത്തു വെക്കുക. നെക്സ്റ്റ്, with reference of remote sensing technology, what does LIDAR stands for? With reference of remote sensing technology, what does LIDAR stands for? റിമോട്ട് സെൻസിംഗ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ലിഡാർ എന്ന വാക്ക് എന്തിനെ സൂചിപ്പിക്കുന്നു? ലിഡാർ എന്നാൽ ലൈറ്റ് ഡിറ്റക്ടിംഗ് ആൻഡ് റേഞ്ചിങ് എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. LIDAR ലിഡാർ, ലൈറ്റ് ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ്. അപ്പോൾ ലേസർ, സ്കാനർ, സ്പെഷ്യലൈസ്ഡ് GPS റിസീവർ എന്നിവയുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണിത്. ലൈറ്റ് യൂസ് ചെയ്ത് ഭൂമിയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പോൾ LIDAR ലൈറ്റ് ഡിറ്റക്ഷൻ ആൻഡ് ranging. Next, who is the author of the autobiography Playing It My Way? Who is the author of the autobiography Playing It My Way? Playing It My Way എന്ന ഓട്ടോബയോഗ്രഫി അഥവാ ആത്മകഥ എഴുതിയത് ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ. അപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറുടെ ആത്മകഥയുടെ പേരാണ് പ്ലേയിങ് ഇറ്റ് മൈ വേ. അപ്പോൾ ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് 2014 അദ്ദേഹത്തിന്റെ ഏർലി ലൈഫും 24 വർഷത്തെ ക്രിക്കറ്റ് കരിയറുമാണ് ഈ പുസ്തകത്തിൽ ഉള്ളത്. അപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറുടെ ആത്മകഥയുടെ പേരാണ് പ്ലേയിങ് ഇറ്റ് മൈ വേ. Next, who was appointed as the first viceroy of British India? Who was appointed as the first viceroy of British India? ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയിയായി നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ്? ലോർഡ് ക്യാനിങ്. അപ്പോൾ ക്യാനിങ് പ്രഭു ആണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി. ഇദ്ദേഹം 1856 മുതൽ 1862 വരെ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിരുന്നു. ഈ ടൈമിൽ തന്നെയാണ് അദ്ദേഹം ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയിയായി നിയമിതനാവുന്നതും. അതായത് അദ്ദേഹം ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയി ആയത് 1858 അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയി ആരാണ്? ലോർഡ് ക്യാനിങ് അഥവാ ക്യാനിങ് പ്രഭു. നെക്സ്റ്റ്, ഇൻ കമ്പ്യൂട്ടർ ടെർമിനോളജി വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് റാം? ഇൻ കമ്പ്യൂട്ടർ ടെർമിനോളജി വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് റാം? റാം മീൻസ് റാൻഡം ആക്സസ് മെമ്മറി. ഇപ്പോൾ റാം എന്നുള്ളത് കമ്പ്യൂട്ടറിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെമ്മറിയാണ്. റീഡ് ചെയ്യാനും ചേഞ്ച് ചെയ്യാനും പറ്റുന്ന മെമ്മറിയാണ് റാൻഡം ആക്സസ് മെമ്മറി. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് പ്രഷർ? വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് പ്രഷർ? പ്രഷറിന്റെ SI യൂണിറ്റ് എന്താണ്? പാസ്കൽ. പാസ്കലിന്റെ സിമ്പൽ
PA എന്നാണ്. അപ്പോൾ ഈ രീതിയിലാണ് പാസ്കൽ എഴുതുന്നത്. അതായത് ക്യാപിറ്റൽ P സ്മോൾ a. SI എന്നാൽ സിസ്റ്റം ഇന്റർനാഷണൽ എന്നാണ് ഫുൾ ഫോം എങ്കിലും ഇത് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആണ്. അപ്പോൾ പ്രഷറിന്റെ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് പാസ്കൽ ആണ്. നെക്സ്റ്റ്, ദ ഹിരാക്കുഡ് ഡാം ഈസ് ബിൽഡ് അക്രോസ് ദ റിവർ ഡാഷ്. ദ ഹിരാക്കുഡ് ഡാം ഈസ് ബിൽഡ് അക്രോസ് ദ റിവർ. ആൻസർ മഹാനദിയാണ്. അപ്പോൾ ഏത് നദിക്ക് കുറുകെയാണ് ഹിരാക്കുഡ് ഡാം നിർമ്മിച്ചിരിക്കുന്നത്? ആൻസർ മഹാനദി. മഹാനദിക്ക് കുറുകെയാണ് ഹിരാക്കുഡ് ഡാം സ്ഥിതി ചെയ്യുന്നത്. ഈ മഹാനദി ഒഴുകുന്നത് മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ്. മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന നദിയാണ് മഹാനദി. അപ്പോൾ ഈ മഹാനദിക്ക് കുറുകെയാണ് ഹിരാക്കുഡ് ഡാം സ്ഥിതി ചെയ്യുന്നത്. ദ സ്ട്രേറ്റ് ഓഫ് ഡാഷ് കണക്ട്സ് ദ മെഡിറ്ററേനിയൻ സീ വിത്ത് ദ അറ്റ്ലാന്റിക് ഓഷൻ. ദ സ്ട്രേറ്റ് ഓഫ് ഡാഷ് കണക്ട് ദ മെഡിറ്ററേനിയൻ സീ വിത്ത് ദ അറ്റ്ലാന്റിക് ഓഷൻ. കറക്റ്റ് ആൻസർ ജിബ്രാൾട്ടർ ആണ്. അപ്പോൾ മെഡിറ്ററേനിയൻ സീയെയും അറ്റ്ലാന്റിക് സമുദ്രത്തെയും കണക്ട് ചെയ്യുന്ന സ്ട്രെയിറ്റ് അഥവാ കടലിടുക്ക് ഏതാണ്? ജിബ്രാൾട്ടർ ആണ്. എന്താണ്? മെഡിറ്ററേനിയൻ സീയെയും അറ്റ്ലാന്റിക് ഓഷനെയും കണക്ട് ചെയ്യുന്ന കടലിടുക്കാണ് ജിബ്രാൾട്ടർ. അപ്പോൾ ജിബ്രാൾട്ടർ എന്നത് ഒരു അറബിക് നെയിമാണ്. ഇതിന്റെ അർത്ഥം സ്ട്രോങ് ഓൺ ഓഫ് ഗോഡ് എന്നാണ്. In the context of international banking transactions, what is the full form of SWIFT? SWIFT, SWIFT. അതായത് അന്തർദേശീയ ബാങ്കിംഗ് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് സ്വിഫ്റ്റിന്റെ ഫുൾ ഫോം എന്താണ്? SWIFT, SWIFT. സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇന്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ എന്നാണ് സ്വിഫ്റ്റിന്റെ ഫുൾ ഫോം. എന്താണ്? സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇന്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ. അന്താരാഷ്ട്ര തലത്തിലുള്ള ബാങ്കുകൾ തമ്മിൽ ഉള്ള ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന സൊസൈറ്റിയാണ് സ്വിഫ്റ്റ്. അതായത് സ്വിഫ്റ്റ് കോഡ്. ഇന്റർനാഷണൽ ലെവലിൽ ബാങ്കുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കോഡാണ് സ്വിഫ്റ്റ് കോഡ്. ഈ സ്വിഫ്റ്റ് കോഡ് അഥവാ സ്വിഫ്റ്റ് നമ്പർ ഉപയോഗിച്ചായിരിക്കും അന്താരാഷ്ട്ര തലത്തിൽ ബാങ്കുകളെ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ സ്വിഫ്റ്റ് അഥവാ SWIFT, സ്വിഫ്റ്റിന്റെ ഫുൾ ഫോം സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇന്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് മൗണ്ടെയിൻസ് ആർ ഓൺ ഇന്ത്യാസ് ഈസ്റ്റേൺ ബോർഡർ വിത്ത് മ്യാൻമാർ? വിച്ച് മൗണ്ടെയിൻസ് ആർ ഓൺ ഇന്ത്യാസ് ഈസ്റ്റേൺ ബോർഡർ വിത്ത് മ്യാൻമാർ? ഇന്ത്യയുടെ കിഴക്കേ അതിർത്തിയിൽ മ്യാൻമാറിനോട് ചേർന്നുള്ള മൗണ്ടൻസ് അഥവാ പർവ്വതനിരകൾ ഏതാണ്? പൂർവാഞ്ചൽ ആണ്. പൂർവാഞ്ചൽ ഹിമാലയ. ഇത് ഉത്തർപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ്, വിച്ച് സ്റ്റേറ്റ് ഡസ് ദ ഫോക്ക് സോങ് ഭവയ്യ ബിലോങ്? വിച്ച് സ്റ്റേറ്റ് ഡസ് ദ ഫോക്ക് സോങ് ഭവയ്യ ബിലോങ്? ഭവയ്യ എന്ന നാടോടി ഗാനം ഏത് സംസ്ഥാനത്തിൻ്റെതാണ്? വെസ്റ്റ് ബംഗാൾ. അപ്പോൾ വെസ്റ്റ് ബംഗാളിന്റെ നാടോടി ഗാനത്തിന്റെ പേരാണ് ഭവയ്യ. BHAWAIYA, ഭവയ്യ. അപ്പോൾ ഇത് വെസ്റ്റ് ബംഗാളിലെ ഒരു നാടോടി ഗാനമാണ്. വെസ്റ്റ് ബംഗാളിന്റെ ക്യാപിറ്റൽ ഏതാണ്? കൊൽക്കത്ത. ഹിമാലയയ്ക്കും ബേ ഓഫ് ബംഗാളിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാളിന്റെ മറ്റൊരു പ്രത്യേകത ടെറാക്കോട്ട ടെമ്പിൾസിന് പ്രസിദ്ധമായ സ്ഥലമാണ് വെസ്റ്റ് ബംഗാൾ. അപ്പോൾ അവിടുത്തെ നാടോടി ഗാനമാണ് ഭവയ്യ. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് റിവർ ഈസ് പോപ്പുലർലി നോൺ ആസ് ദക്ഷിൺ ഗംഗ? വിച്ച് റിവർ ഈസ് പോപ്പുലർലി നോൺ ആസ് ദക്ഷിൺ ഗംഗ? ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന പ്രശസ്തമായ നദി ഏതാണ്? ഗോദാവരി. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ നദിയാണ് ഗോദാവരി. അപ്പോൾ ഈ ഗോദാവരിയുടെ മറ്റൊരു പ്രത്യേകത, ഇത് ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും നീളം കൂടിയ നദിയാണ്. ഇന്ത്യയിലെ ഏറ്റവും രണ്ടാമത്തെ നീളം കൂടിയ നദിയാണ് ഗോദാവരി. അപ്പോൾ ഇതാണ് ദക്ഷിണ ഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി. മഹാരാഷ്ട്രയിലെ ത്രയംബകേശ്വർ എന്ന സ്ഥലത്തു നിന്നാണ് ഗോദാവരി ഉത്ഭവിക്കുന്നത്. മഹാരാഷ്ട്ര, തെലങ്കാന, ആന്ധ്ര, ഛത്തീസ്ഗഡ്, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന ഒരു നദി കൂടിയാണ് ഗോദാവരി. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഗോദാവരി. നെക്സ്റ്റ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ഓപ്ഷൻസ് ആർ ലിനക്സ്, യുനിക്സ്, ഇന്റൽ, വിൻഡോസ്. താഴെ തന്നിരിക്കുന്നതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലാത്തത് ഏതാണ്? ഇത് ഈസിയായി കണ്ടുപിടിക്കാവുന്ന ഒരു ഉത്തരമാണ് ഇന്റൽ. ലിനക്സ്, യുനിക്സ്, വിൻഡോസ് എല്ലാം ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ്. ഇന്റൽ ഒരു സെമി കണ്ടക്ടർ ചിപ്പ് മാനുഫാക്ചറർ ആണ്. അപ്പോൾ ഇന്റൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ കമ്പനിയാണ്. അതൊരു സെമി കണ്ടക്ടർ ചിപ്പ് മാനുഫാക്ചറർ ആണ്. ഇതിന്റെ ആസ്ഥാനം സിലിക്കൺ വാലിയിലെ സാന്റാ ക്ലാര എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് കാലിഫോർണിയയിലാണ്. അപ്പോൾ ഓപ്ഷനിൽ സാന്റാ ക്ലാര
കാലിഫോർണിയ എന്തും ഓപ്ഷനിൽ വരാവുന്നതാണ്. അതായത് ഇന്റൽ കോർപ്പറേഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് സാന്റക്ലാര, കാലിഫോർണിയ, സിലിക്കൺ വാലി ഏത് ഓപ്ഷനും ഉണ്ടാവാം. അപ്പോൾ പഠിച്ചു വെക്കുക. ഇന്റലിന്റെ മറ്റൊരു പ്രത്യേകത, ലോകത്തെ ഏറ്റവും വലിയ സെമി കണ്ടക്ടർ ചിപ്പ് മാനുഫാക്ചററാണ് ഇന്റൽ കോർപ്പറേഷൻ. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കേണ്ടത് ഇന്റലിന്റെ ഫൗണ്ടേഴ്സ്, സ്ഥാപകർ ആരൊക്കെയാണെന്നാണ്. ഇന്റലിന്റെ സ്ഥാപകർ ഗോർഡൻ മോർ, റോബർട്ട് നോയ്സ്, ഇവർ രണ്ടുപേരുമാണ് ഫൗണ്ടേഴ്സ്. ഗോർഡൻ മോർ, റോബർട്ട് നോയ്സ്, ഇവർ രണ്ടുമാണ് ഇന്റൽ കോർപ്പറേഷന്റെ കമ്പനിയുടെ ഫൗണ്ടേഴ്സ് അഥവാ സ്ഥാപകർ. അതായത് 25 GK ക്വസ്റ്റ്യനും അതുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസുമാണ് ഇതുവരെ പറഞ്ഞത്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ CHSL എക്സാം എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഈ വീഡിയോ വളരെയധികം യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഇതുകൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ മറക്കാതെ GKC ട്യൂട്ടോറിയൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.